ഹലോ ഗീരച്ചി, നിങ്ങൾക്ക് നാണമുണ്ടോ? നാണം. നിങ്ങൾ എന്നെ പറ്റി എന്താ വിചാരിച്ചത്? അയ്യോ, നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലേ എന്താന്ന്? ഞാൻ അവളുടെ സാരി ഉടുത്തെന്ന് പറഞ്ഞ് നിങ്ങൾ ഇത്ര ഈ ലോകം മുഴുവൻ പറയാൻ നിങ്ങൾക്ക് എന്താ ലോകം മുഴുവൻ പറയാഞ്ഞിട്ട്? നിങ്ങൾ പറഞ്ഞില്ലേ? നിങ്ങൾ വിനീത അടുത്ത് പറഞ്ഞില്ലേ? പിന്നെ അവൾ എങ്ങനെ അറിഞ്ഞ? മിണ്ടരുത്, നിങ്ങൾ മിണ്ടരുത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. എനിക്ക് അങ്ങനെ സാരിക്ക് ഒരു ദാരിദ്ര്യമില്ല. നിങ്ങൾ എൻ്റെ അലമാരി വന്നൊന്ന് നോക്കിയേ, നിറച്ച് സാരിയാണ് അതിനകത്ത്. അത് തന്നെയല്ല, ഞാനൊരു കടയിൽ നടന്നു പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു സാരി തൂക്കിയിട്ടുണ്ടെങ്കിൽ വെറുതെ ഞാൻ അതിനകത്ത് നോക്കിയാൽ മതി, ക്ലീറ്റ് അത് എനിക്ക് മേടിച്ചു തരും. അത് തന്നെയല്ല, ഞങ്ങള് മറ്റേ സ്ഥലത്തിന്റെ പേരെന്താടാ? കോയമ്പത്തൂർ മില്ലുള്ള സ്ഥലം. മില്ലുള്ളത് മറ്റേ ഇവിടെ തഞ്ചാവൂര്, ഓമല്ലൂര്. ആദ്യം പറഞ്ഞതാ കോയമ്പത്തൂരുണ്ടല്ലോ. ഞങ്ങൾ തുണിമില്ല് മേടിക്കാൻ പോകും. അത് നിങ്ങൾക്ക് അറിയാമോ? ഈ എന്തോരം സാരി നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ തരാമല്ലോ. എന്നിട്ട് ലോകം മുഴുവൻ പറഞ്ഞു നടക്കുന്നു നാണം ഇല്ലാത്തവര്. നിങ്ങളല്ലേ പറഞ്ഞത്? പിന്നെ ആര് പറഞ്ഞു? വിനീത അടുത്ത് ആര് പറഞ്ഞു? ഞാൻ ആ മീറ്റിങ്ങിന് വരുമ്പോ ഈ പെണ്ണുങ്ങളെല്ലാം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിന്ന് ചിരിക്കേണ്ട കാര്യം എന്താ ഉള്ളത്? എന്ത് നിങ്ങൾ ചിരിച്ചില്ലേ? നിങ്ങൾ വിനീതനോട് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ അവിടെ വെച്ച് അവളോട് ചോദിക്കണമായിരുന്നു. ഞാൻ നിങ്ങളുടെ ചെവിയിൽ വന്ന് ഞാൻ പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞില്ലേ എന്നെ ഇത് നിങ്ങൾ അവരോട് പറഞ്ഞോന്ന്? വിനീതനോട് പറഞ്ഞ ഞാൻ പറഞ്ഞില്ല തങ്കം എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. നിങ്ങൾ അവർ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ആ സഭയിൽ വെച്ച് വിനീതനോട് നിങ്ങൾ ചോദിക്കണം. നിങ്ങൾ എന്തേ ചോദിക്കുക? ഗീത ചേച്ചി, ഞാനിത് വിവരം അറിയും. ഇതാരാ പറഞ്ഞതെന്ന് ഞാൻ അറിയും. അന്നേരം എൻ്റെ വേറൊരു മുഖം നിങ്ങൾ കാണും. ഹലോ വെച്ചിട്ട് പോയവര്. ഈ സാരിക്കഥ ഇതുവരെ തീർന്നില്ലേ? എടാ, ഞാൻ നമ്മുടെ കുടുംബശ്രീയുടെ മീറ്റിങ്ങിന് മറ്റു പരകർത്താമസം കഴിഞ്ഞിട്ട് ഞാൻ അവിടെ പോയില്ലേ. ഞാൻ അങ്ങ് ചെല്ലല. അല്ലെങ്കിലും പെണ്ണുങ്ങൾക്കുള്ള ഒരു സ്വഭാവമാണ്. മറ്റേ പെൺപുലിയുടെ പ്രസിഡന്റിന്റെ ഒരു അസൂയ കിടപ്പുണ്ട്. ആ തന്നെ ഇച്ചിരി മേനയും മെച്ചാതിയുള്ളവരെ ഈ മറ്റേ പെണ്ണുങ്ങൾക്ക് കണ്ടുകൂടാ. എന്നിട്ട് ഞാൻ അങ്ങ് ചെല്ലുമ്പോ ഒരുത്തി മറ്റേ വിനീത എന്ന് പറഞ്ഞവരുണ്ടല്ലോ, അവിടെ അതിങ്ങനെ തട്ടിയിട്ട് എന്നെ നോക്കിയിട്ട് ഇങ്ങനെയൊക്കെ ചിരിക്കും. നമുക്കിത് കാണും എന്തോരം വിഷമം ഉണ്ടാവും. അല്ലെങ്കിൽ അത് പറയാൻ മറന്നുപോയി അവരോട്. കട്ട് ചെയ്തിട്ട് പോയല്ലേ? ഹലോ, നിങ്ങൾ എന്തേ കട്ട് ചെയ്തിട്ട് പോയത്? എന്തേ കട്ടായി പോയത്? ഞാൻ ഉടുത്തതേ എൻ്റെ ആങ്ങളെ മേടിച്ച സാരി. അത് നിങ്ങളുടെ വീട്ടിൽ നിന്നൊന്നും അല്ലല്ലോ എടുത്തു കൊടുത്തത്. എൻ്റെ ആങ്ങള എൻ്റെ ഭർത്താവിനെ പോലെ തന്നെ ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവൻ എനിക്ക് 1 അല്ല 9 സാരി എടുത്തു തരും. ഇത് പറയാൻ വേണ്ടി വിളിച്ചതാ. കനകൻ എടുത്ത സാരി എനിക്ക് ഉടുക്കാൻ പാടില്ലേ? നീ എടുത്ത സാരി എനിക്ക് ഉടുക്കാൻ പാടില്ലേ? ഉടുത്തിട്ടുണ്ടല്ലോ. പിന്നെ എന്തിനാ ഇവരിങ്ങനെ ചിരിക്കേണ്ട കാര്യം എന്താ? ഞാൻ പറഞ്ഞ കളിയാക്കിയ പെണ്ണുങ്ങൾ ആരാന്ന് വെച്ചാൽ തെരഞ്ഞു പിടിച്ച് ചോദിക്കണം. എല്ലാ റൊണാൾഡേ, ഇതാരാണ് ഈ വിനീതയുടെ അടുത്ത് പറഞ്ഞതെന്ന് എനിക്കറിയണം. വിനീതയാണ് ഏറ്റവും കൂടുതൽ കളിയാക്കി. അത് കണ്ടുപിടിച്ചേ പറ്റത്തു. പിടിക്കും ഞാൻ. കുടുംബത്തിന്റെ പ്രശ്നമാണ്. ഞാൻ കണ്ടുപിടിക്കട്ടെ, എന്നിട്ടാണ് ബാക്കി. റിലാക്സ്. അപ്പുറത്ത് നല്ല സൂപ്പർ ബീഫ് ഉണ്ടാക്കി വെച്ചോണ്ട് പോയി ചോറും ബീഫും തങ്ങമാട് ചേട്ടന്റെ സാധനം മാറ്റി വെച്ചു. അവളാണ് ഈ പ്രശ്നം തുടങ്ങി വെച്ചത്. അവളുടെ ഒരു സാധനം എനിക്കിനി വേണ്ട. അവൾ എന്റെ എന്തോരം സാരി ഉടുത്തേക്കുന്നുണ്ട്. ഞാൻ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? തങ്കത്തിന് അതിന് മനസ്സിൽ വരൂല. അപ്പൊ കഴിക്കത്തില്ലല്ലോ? എനിക്ക് വേണ്ട. കഴിക്കത്തില്ലല്ലോ? ഇനി അതൊന്നല്ല, എനിക്ക് ഒരു ഉപ്പ് പോലും വേണ്ട. എനിക്ക് ഉപ്പ്, വെറുതെ ഒരു ഉപ്പ്. അത് നമ്മൾ സെറ്റാക്കിക്കോളാം.